അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച. തൃശൂരിലെ 3 ഇടങ്ങളിൽ ATMകൾ കൊള്ളയടിച്ച ഹരിയാനക്കാരായ സംഘത്തെ തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടി. പ്രതികളെ പിന്തുടരുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇൻസ്പെക്ടർ തവമണി, രഞ്ജിത് കുമാർ എന്നിവർക്ക് പരിക്കേൽക്കുകയും ഒരു പ്രതി കൊല്ലപ്പെടുകയും ചെയ്തു. കൊള്ളസംഘത്തിൽ 7 പേരാണ് ഉണ്ടായിരുന്നതെന്നും എല്ലാവരും ഹരിയാന സ്വദേശികളാണെന്നും പോലീസ് അറിയിച്ചു. പണം കണ്ടെയ്നറിൽ കെട്ടുകെട്ടായി കൊണ്ടുപോവുകയായിരുന്നു. മോഷ്ടിക്കാൻ ഉപയോഗിച്ച കാറും കണ്ടെയ്നറിലുണ്ടായിരുന്നു. കവർച്ചാ സംഘത്തിന്റെ കയ്യിൽ തോക്കും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തൃശൂരിലെ മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ SBI ATMകളിലാണ് കവർച്ച നടന്നത്. 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂരിലെ ATM കൊള്ളയടിച്ച പ്രതികൾ കൊള്ളയ്ക്ക് ഉപയോഗിച്ച കാറും മോഷ്ടിച്ച പണവും ആയുധങ്ങളുമായി അതിവേഗത്തിൽ പോയ കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതോടെയാണ് കൊള്ളസംഘത്തിന്റെ പദ്ധതികൾ തകർന്നു വീണത്. അപകടമുണ്ടായിട്ടും കണ്ടെയ്നർ ലോറി നിർത്താതെ പോയതിൽ സംശയം തോന്നിയതോടെ കണ്ടെയ്നർ ലോറി തമിഴ്നാട് പോലീസിന്റെ റഡാറിലായി. പ്രതികൾ ബാംഗ്ലൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നെന്നാണ് സൂചന. ഇവർ സഞ്ചരിച്ച കണ്ടെയ്നർ ലോറിക്ക് രാജസ്ഥാൻ രജിസ്ട്രേഷനായിരുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ പരിധിയിലെ ATMകളാണ് കവർന്നത്. നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമെതിരെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, LDFന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. LDFനെയും സർക്കാരിനെയും അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്നും എന്നാൽ അതിപ്പോഴില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. പ്രത്യാഘാതം ഭയക്കുന്നില്ലെന്ന് MLA PV അൻവർ. തന്റെ പാർക്കിന്റെ ഫയലടക്കം മുഖ്യമന്ത്രിയുടെ മുന്നിലാണെന്നും അതെല്ലാം നിൽക്കുമ്പോഴാണ് താൻ സത്യം പറയുന്നതെന്നും തനിക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. താൻ LDF വിട്ടിട്ടില്ലെന്നും പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിയില്ലെന്നും പാർട്ടി പുറത്താക്കുന്നതുവരെ തുടരുമെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ഭരണകക്ഷി MLA സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യന്റെ ഓഫീസിൽ ഉപജാപക സംഘം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ADGP RSS നേതാക്കളെ കണ്ടത് UDF ആണ് പുറത്തു കൊണ്ടുവന്നത്. UDF പറഞ്ഞത് ഭരണകക്ഷി MLA ആവർത്തിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പിന്തുണ ഉണ്ട്, എന്നാൽ അദ്ദേഹം LDFലാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും സതീശൻ പ്രതികരിച്ചു. സർക്കാരിനെയും LDFനെയും അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശമാണ് PV അൻവറിനെങ്കിൽ അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. സമ്പൂർണമായ നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നതെന്നും സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ഒരു അവകാശം പോലുമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. PV അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണെന്നും അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അൻവറിന് ധാരണയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവർ MLA നടത്തുന്നത് ഗുരുതരമായ വഴിതെറ്റിക്കലാണെന്നും വലതുപക്ഷത്തിന്റെ നാവായി അൻവർ മാറിയെന്നും CPM നേതാവ് P ജയരാജൻ. ആരോപണങ്ങളിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അൻവർ മര്യാദ പാലിക്കേണ്ടിയിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. ഒരു പാർട്ടി പ്രവർത്തകന്റെയും പിന്തുണ അൻവറിനുണ്ടാവില്ല. അൻവറിന് പിന്നിൽ താനാണെന്നുള്ളത് കള്ളപ്രചാരണമാണെന്നും പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് സംശയമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. PV അൻവർ MLAയുടെ ആരോപണങ്ങൾ ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM നേതാവ് AK ബാലൻ. വിഷപ്പാമ്പ് പോലും പാല് കൊടുത്ത കൈക്ക് കടിക്കില്ല, എന്നാൽ അതിനേക്കാൾ അപ്പുറമുള്ള കാര്യമാണ് അൻവർ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റുകാരന്റെ ജോലിയാണ് PV അൻവർ ചെയ്തതെന്ന് മന്ത്രി സജി ചെറിയാനും വിമർശിച്ചു. അൻവറിന് നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ടെന്നും സജി ചെറിയാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.
PV അൻവറിലൂടെയുണ്ടായത് CPM-ഉം മുഖ്യമന്ത്രിയും ചോദിച്ചു വാങ്ങിയ പ്രതിസന്ധിയെന്ന് ഷാഫി പറമ്പിൽ MP. അൻവറിന് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അൻവറിനെ പിന്തുണച്ച് സർട്ടിഫിക്കറ്റ് നൽകി. ഇതെല്ലാം CPM തന്നെ ചോദിച്ചു വാങ്ങിയതാണെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു. MLA PV അൻവറിനെ തിരുത്തണമെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. അൻവർ പരിധി വിട്ടു. അത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണം. വിവാദം പാർട്ടിക്ക് ദോഷമുണ്ടാക്കും. അത് തിരുത്താനുള്ള ഇടപെടലാണ് വേണ്ടതെന്നും G. സുധാകരൻ ചൂണ്ടിക്കാട്ടി. അൻവറിനെ ഇടത് MLA ആക്കാൻ മുൻകൈയെടുത്ത നേതാക്കൾക്ക് അൻവറിനെ തിരുത്താൻ ഉത്തരവാദിത്തമുണ്ട്. അൻവറിനെ കൊണ്ടുവന്നവർ നിരന്തരം വിഷയത്തിൽ ഇടപെടണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത്, ഹവാല, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടിയാണ് അൻവർ MLA സംസാരിക്കുന്നതെന്ന് മലപ്പുറം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആരോപിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിൽ അൻവറിന് ഷെയറുള്ളതായി നാട്ടിൽ സംസാരമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും കാരിയർമാരെയും സംരക്ഷിക്കേണ്ട ബാധ്യത അൻവറിനുണ്ടെന്നും മലപ്പുറം ജില്ലാ സെക്രട്ടറി തുറന്നടിച്ചു. PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണെന്നും എന്നാൽ അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്തു പോകുന്നതും മുസ്ലിം ലീഗിന്റെ പ്രശ്നമല്ലെന്നും ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഇനിയും പറയാനുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. CPI പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീയായി മാറിയിരിക്കുന്ന PV അൻവറിന് പിന്നിൽ CPM-ലെയും പുറത്തെയും പ്രബല ലോബികളുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ്. സഹയാത്രികരായ KT ജലീൽ, കാരാട്ട് റസാഖ്, PTA റഹീം എന്നിവരും താമസിയാതെ അൻവറിന്റെ പാത പിന്തുടരുമെന്നും പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനത്തിൽ അസ്വസ്ഥരായ MA ബേബി, തോമസ് ഐസക്, A. വിജയരാഘവൻ, EP ജയരാജൻ, എളമരം കരീം, G. സുധാകരൻ, PK ശ്രീമതി, KK ശൈലജ, P. ജയരാജൻ തുടങ്ങിയവരുടെ രഹസ്യ പിന്തുണ അൻവറിനുണ്ടെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. EP ജയരാജൻ വധശ്രമ കേസിൽ KPCC അധ്യക്ഷൻ K. സുധാകരനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. EP ജയരാജൻ വധശ്രമ കേസിൽ K. സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേരളം ഹർജി നൽകിയത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ DNA താരതമ്യ പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് ജില്ലാ ഭരണകൂടം. എന്നാൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ വീഴ്ചയിൽ സാമ്പിൾ ലാബിലേക്ക് എത്തിക്കുന്നത് വൈകാൻ കാരണമായി. അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA സാമ്പിൾ ശേഖരിച്ച് താരതമ്യത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. അർജുന്റെ തുടയെല്ലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയലിന്റെ ഒരു ഭാഗവുമാണ് അയച്ചിട്ടുള്ളത്. 2 DNA-യും ഒത്തുപോകുന്നുവെന്ന് വാക്കാൽ വിവരം ലഭിച്ചാൽ തന്നെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിക്കും. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ADGP MR അജിത് കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. DGP ഷെയ്ഖ് ദർബേഷ് സാഹിബാണ് അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. എറണാകുളം സ്വദേശിയായ യുവാവിന് MPOX രോഗം സ്ഥിരീകരിച്ചു. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദേശത്തു നിന്ന് വന്ന യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ UAE-യിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിയായ 38 വയസ്സുകാരനും MPOX സ്ഥിരീകരിച്ചിരുന്നു. MPOX വകഭേദം ക്ലെയ്ഡ് 1 രാജ്യത്ത് സ്ഥിരീകരിച്ചതോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കി. ക്ലെയ്ഡ് 2-നേക്കാൾ അപകടകാരിയാണ് ക്ലെയ്ഡ് 1 എന്നും MPOX സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. കൃത്യമായി പഠിപ്പിച്ചാൽ കൃത്യമായി വണ്ടിയോടിക്കും എന്ന് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ തെളിയിച്ചെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ആനയറ KSRTC സ്വിഫ്റ്റ് ആസ്ഥാനത്ത് KSRTC ഡ്രൈവിംഗ് സ്കൂളിലെ ആദ്യ ബാച്ച് വിജയികൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചവർക്ക് ഇനി മറ്റൊരു പരിശീലനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ആത്മവിശ്വാസത്തോടെ സ്വയം വണ്ടിയോടിച്ച് പോവാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
കേരള വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിലുള്ള 86 MLD ജലശുദ്ധീകരണശാലയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ചുള്ള ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി പച്ചക്കറി, മത്സ്യ, ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് യൂണിറ്റ് സ്ഥാപിച്ചത്. പട്ടാളപ്പുഴുവിന്റെ ലാർവ ഉപയോഗിച്ച് ജൈവമാലിന്യങ്ങൾ പ്രോട്ടീൻ ഉറവിടമാക്കി സംസ്കരിച്ചെടുക്കും. മത്സ്യത്തീറ്റ ഉൽപ്പാദനത്തിൽ ഫിഷ് മീലിന് പകരമായി ഇവ ഉപയോഗിക്കാനാകുമെന്നും CMFRI അറിയിച്ചു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ജയ്നഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന സ്വതന്ത്രതാ സേനാനി എക്സ്പ്രസിന് നേരെ കല്ലേറ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ജനൽ ചില്ലുകൾ തകരുകയും ചെയ്തു. പരിക്കേറ്റ യാത്രക്കാരെ സമസ്തിപൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UAEയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ സൗജന്യ ബാഗേജ് പരിധി വെട്ടിക്കുറച്ച നടപടി എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുത്തി. സൗജന്യ ബാഗേജ് പരിധി എയർ ഇന്ത്യ എക്സ്പ്രസ് പുനഃസ്ഥാപിച്ചു. 30 കിലോ സൗജന്യ ബാഗേജ് അനുവദിച്ചുള്ള ഓഫർ അറിയിപ്പ് ട്രാവൽ ഏജൻസികൾക്ക് ലഭിച്ചു. ഹെലൻ ചുഴലിക്കാറ്റ് അത്യന്തം അപകടകാരിയായ കാറ്റഗറി 4 ചുഴലിക്കാറ്റായി കരതൊട്ടു. ഫ്ലോറിഡയിലെ ബിഗ് ബെൻഡ് മേഖലയിൽ പ്രാദേശിക സമയം രാത്രി 11 മണിക്ക് 209 കിലോമീറ്റർ വേഗതയിലാണ് ഹെലൻ ആഞ്ഞുവീശിയത്. US നാഷണൽ ഹരിക്കെയിൻ സെന്റർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രളയത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. UN സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഫ്രാൻസും ബ്രിട്ടനും. ഇന്ത്യയുടെ ഏറെക്കാലത്തെ ആവശ്യത്തെ ഫ്രാൻസ് പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇന്ത്യയുടെ ആവശ്യത്തെ പിന്തുണച്ചു. UN രക്ഷാസമിതി സ്തംഭിച്ച അവസ്ഥയിലാണെന്നും പ്രാതിനിധ്യം വർദ്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും മാക്രോൺ പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരം തടസ്സപ്പെടുത്തി മഴ. കാൺപൂർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ടോസ് നഷ്ടപ്പെട്ട് 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് 2ാം സെഷൻ ബാറ്റിംഗ് ആരംഭിച്ചതിന് പിന്നാലെയാണ് മഴയെത്തിയത്. ഇതോടെ അമ്പയർമാർ മത്സരം നിർത്തിവെക്കുകയായിരുന്നു. നിലവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.